അതെ നോക്കിയാണ് ചങ്കളെ കുറഞ്ഞ വിലക്ക് കൂടുതൽ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ വിളിക്കണം കേട്ടോ. നിങ്ങൾക്കും വേണ്ടിട്ട് ഇതാക്കണം. ഇന്ന് നല്ല കിടിലൻ ഒരു പ്ലോട്ട് നമ്മൾ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം സ്ഥലം വരുന്ന 24 ഏക്കർ സ്ഥലമാണ്. 24 ഏക്കർ സ്ഥലം നിങ്ങൾക്കും വേണ്ടി ഇന്ന് കൊണ്ടുവന്ന് അതിനകത്ത് ഇതാക്കണേ പണിക്കാർക്ക് നിൽക്കാൻ സൗകര്യത്തിനാക്കണം. ഈ കാണുന്ന ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലമോ പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പ്ലോട്ടിലോട്ട് വരുമ്പോ വണ്ടികളൊക്കെ ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലോറി അടക്കം കാറോ ജീപ്പോ ബൈക്കോ ഏത് ലോറി വേണമെങ്കിലും വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു മിഷ്യൻ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോ തന്നെ നമുക്ക് കാണാം കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം. റബ്ബർ മരങ്ങൾ കുറച്ച് കൂടുതലുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് അതിരുവഴി ഇതാണ് ഫുള്ള്. ഇതേപോലത്തെ മഹാഗണികളുണ്ട്. മഹാഗണി ഏകദേശം ഒരു 500-ഓളം മഹാഗണി ഉണ്ട്. ഇതേപോലെ അതിരുവഴി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. കണ്ടില്ല നിങ്ങൾ തേക്ക് മരങ്ങൾ അങ്ങനെ കണ്ടമാനം ഇഷ്ടം പോലെ കാട്ടുമരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. മാവ് കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല വലിയ മാവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് നമുക്ക് വീട്ടിലോട്ട് പോകേണ്ട വഴി കേട്ടോ. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് വീടിന്റെ മുറ്റത്താണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ വീടിന്റെ മുറ്റത്ത് വരെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും പോകാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അയൽവാസികളായിട്ട് ഇഷ്ടംപോലെ വീടുകൾ ഉണ്ട്. നമ്മൾ ഈ 24 ഏക്കറിന്റെ ചുറ്റുപാട് നമുക്ക് ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു പ്ലോട്ട് പറഞ്ഞാൽ മൊത്തം 18 ഏക്കറും അതിന് തൊട്ട് ചാരിയിട്ടാണ് ഒരു 6 ഏക്കർ പ്ലോട്ട് വേറെ ഉള്ളത്. അതിനോട് ചാരിയിട്ടതാണ് ഇതേപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത അയൽവാസികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ പുറത്ത് സൈഡിലാണ് ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് നമ്മളെ വീട്ടിലോട്ട് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മളെ വീട് കേട്ടോ. മൊത്തം 3 റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടോ. പണിക്കാർക്കൊക്കെ നിൽക്കാൻ സൗകര്യത്തിനുള്ള നല്ല സൗകര്യമുള്ള ഒരു വീടാണ്. വീടിന്റെ മുറ്റത്തേക്കാണെങ്കിലും വണ്ടികളൊക്കെ ഏത് വേണേലും വരികയും ചെയ്യും. നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇതാണ് കറണ്ടിന്റെ ഇലക്ട്രിക് കണക്ഷൻ ഉണ്ട്. വീട്ടിലോട്ടുള്ള കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ. മൊത്തം 3 ബെഡ്റൂം ഉള്ള സാധാരണ ഒരു വീട് അല്ലേ. അതെ. ഇത് നിങ്ങൾ നോക്കുകയാണ് നിങ്ങള് ഈ ഒരു പ്ലോട്ട് നിങ്ങൾ എടുക്കാണ്ടെങ്കിൽ ഇതേമാർക്ക് ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷീറ്റ് റബ്ബർ ഷീറ്റ് ഇങ്ങനെ നിരത്തി ഇങ്ങനെ വിരിച്ചിടക്ക്. അതും ഇതേമാരത്തെ 4 ഷീറ്റ് കേട്ടോ. നിങ്ങോട്ട് നോക്കുകയാണ് ഇത് കണ്ടങ്ങൾ പുകപ്പരാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം ഒരു 800-ഓളം ഷീറ്റ് പുകയിടാൻ സൗകര്യത്തിനുള്ള നല്ലൊരു പുകപ്പര. അങ്ങോട്ട് നോക്കുകയാണ് നിങ്ങള് നല്ല കിടിലൻ പുകപ്പരന്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ. ഏകദേശം ഒരു 1000-800-ഓളം പുകടാം. പിന്നെ നല്ലൊരു കിടിലൻ പുകപ്പര അല്ലെ. വേറെ വർക്കോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഫുള്ളതാണ് വെട്ടുകല്ലിൽ കെട്ടിയിട്ട് നല്ലൊരു കിടിലൻ കിടക്കാച്ച് പോപ്പര കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് പുകട്ട ഷീറ്റുകളാണ് ഈ കാണുന്നത്. ഷീറ്റുകളൊന്നും ഒരു കേടോ കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് 4 ഷീറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അല്ലെ. അതെ. ഇനി ഇങ്ങോട്ട് വരി നമുക്ക് അടുത്ത പറമ്പിലോട്ട് പോയി നോക്കട്ടോ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് കാണേണ്ട റബ്ബർ മരങ്ങളാണ്. റബ്ബർ മരങ്ങളെ കണ്ടില്ലെങ്കിൽ നല്ല കിടിലൻ റബ്ബർ മരങ്ങളാണ് കേട്ടോ. ഓരോന്ന് കണ്ടില്ലെങ്കിൽ പറമ്പ് ഡീറ്റെയിൽ ആയിട്ട് പോയി കാണിച്ചു കൊടുക്കാം. നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ. റബ്ബറിന്റെ ഇല പോയി കിടക്കാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം നവംബർ മാസത്തിലാണ്. ഇല പോയി കിടക്കാണ്. ഇത് കണ്ടില്ല മരങ്ങള് ഓരോ വരിയും കണ്ടില്ല നിങ്ങള്. നമ്മൾ ഈ പോണ വഴിയൊക്കെ കണ്ടില്ലേ ഫുള്ള് ലൈനൊക്കെ കൊത്തി നല്ല പ്ലാറ്റൊക്കെ നല്ല ക്ലിയർ ആയി കിടക്കണം കേട്ടോ. റബ്ബർ ആണെങ്കിലും ഒക്കെ നല്ല നല്ല റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പോയി നോക്കാം. മൊത്തത്തിൽ എല്ലായിടത്തും പോയിട്ടേ കാണിച്ചു കൊടുക്കാം. പാലെടുത്തോണ്ട് അവർക്ക് ടാപ്പിംഗ് ആക്കാനാണെങ്കിലും പാലെടുക്കാനാണെങ്കിലും ഒക്കെ സുഖാട്ടോ. എല്ലാ ലൈനും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കണതാണ് പ്ലാറ്റോറൊക്കെ. പിന്നെന്താ ഏത് പ്രായക്കാർക്ക് വേണേലും പാലെടുത്ത് നടക്കാനൊക്കെ സുഖം. നമ്മള് വീട്ടിലെ ലേഡീസ് ഒക്കെ പാലെടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പാലെടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടെ പോകാനൊക്കെ സുഖമാണ് കേട്ടോ. നല്ല ക്ലിയർ ആയി കിടക്കണ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ മിഷൻ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്തില്ലായിരുന്നു. അതെ. ഇതേപോലത്തെ റബ്ബർ മരങ്ങളാണ് കേട്ടോ. എല്ലാം ഏകദേശം ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ ഏകദേശം ഒരു 22,200-ഓളം റബ്ബർ മരങ്ങളാണ് ഉള്ളത്. 105 ഇനത്തിൽ പെട്ട ടാപ്പിംഗ് ആക്കിയിട്ട് 4-ാം വർഷമായിട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ. ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ഇതേമാരത്തെ കിടിലൻ റബ്ബറുകളാണ് കേട്ടോ. കണ്ടല്ലോ ഞങ്ങള് ഫുള്ള് ഇതൊരു വരി തന്നെ കൊറേ പോകാണ്ടല്ലേ ഏട്ടായേ അല്ലേ. ആ താഴെ ഒരു പുഴ ഉണ്ടെന്ന് പറഞ്ഞു, തോടുണ്ടെന്ന് പറഞ്ഞു. ആ തോട് ഏകദേശം ഒരു 950 മീറ്ററോളം നമുക്ക് അതിന്റെ ഫ്രണ്ടേജ് ഇത് കിട്ടുന്നുണ്ട്. ആ തോടിന്റെ ഫ്രണ്ടേജ് ഇത്രയും നീളം നമുക്ക് തോട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഏകദേശം പ്ലോട്ടിന്റെ കുറച്ചൊരു എന്താ പറയാ പകുതിയോളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. പാലെടുക്കാനും ഷീറ്റ് അടിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ. അതാണ് റബ്ബർ. ഇതാണ് ഇത് ഇത്ര മാത്രമേ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. ഈ അപ്പുറത്തെ ഏപ്പട്ട ഇതാണ് ഇതുവരെ വെട്ടിയിട്ടുള്ളൂ. ടാപ്പിംഗ് ആക്കി നശിപ്പിക്കൊന്നും ചെയ്തില്ല. എവിടെ ഒരു മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പാട്ടം കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട്. അങ്ങനെ പാട്ടം കൊടുക്കുന്ന തോട്ടമൊന്നുമല്ല. വിലക്ക് ഫുള്ളായിട്ട് വിലക്ക് കൊടുക്കാനുള്ള തോട്ടം കേട്ടോ. അപ്പൊ അങ്ങനെ വിലക്ക് മാത്രമേ ഈ ഒരു പ്ലോട്ട് കൊടുക്കുള്ളൂ. അതിനുള്ള ഒരു ആൾക്കാർ മാത്രം കോണ്ടാക്ട് ചെയ്യാം അല്ലെ. അതെ. ടാപ്പിംഗ് ആണെങ്കിലൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ടാപ്പിംഗും കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങള്.
എവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞോ ഇതായിട്ടൊന്നും പോയിട്ടില്ല. നല്ല നശിപ്പിക്കാത്ത മരാണ് കേട്ടോ. അപ്പൊ നമ്മളെ തോട്ടം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ബന്ദർക്കന്ന് ഒരു 7 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ആലത്തുംകടവ് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് നമ്മൾ ഈ ഒരു പ്ലോട്ട്. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓരോന്ന് എന്തൊക്കെ വേറെ കുറെ സംഭവങ്ങളൊക്കെ അല്ലേ? വേറെ കുറെ സംഭവങ്ങളുണ്ട്. ഇനി തൈമരങ്ങളുണ്ട്, അത് കാണിക്കണം. തെങ്ങുണ്ട്, പിന്നെ പുഴ ഉണ്ട്, കിണറുണ്ട്, വെള്ളമുണ്ട്, എന്ന് വേണ്ട സകലമാന സംഭവങ്ങളും. ഈ കിണർ സംഭവങ്ങളൊക്കെ നമുക്ക് താഴെയാണ് വരുന്നത്. തോടൊക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു കൊടുക്കാം. പോയേക്കാം. അപ്പൊ നമ്മളിപ്പോ പറമ്പിന്റെ ഏറ്റവും താഴെ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ ഈ റബ്ബറൊക്കെ നോക്കിയാൽ ഒക്കെ നല്ല നല്ല റബ്ബർ കേട്ടോ. നല്ല പാലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മരങ്ങളാണ് എല്ലാം. ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള എല്ലാ റബ്ബർ മരങ്ങളെല്ലാം ഏകദേശം ഈ ഒരു പ്ലോട്ടിലെ 2200 മരങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നടക്കുന്ന വളവും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ പരിപാലിക്കുന്ന തോട്ടം തന്നെയാണ്. ഈ മരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അല്ലെ? കണ്ടുകഴിഞ്ഞാല് ഒക്കെ നല്ല പാലുള്ള റബ്ബറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള റബ്ബറുകളാണ്. പിന്നെ ഇതാക്കണ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഈ കാണുന്ന ഒരു മോട്ടോർ വരെയാണ്. ഇനി നമ്മളെ പറമ്പിൽ നല്ല വറ്റാത്ത വെള്ളമുള്ള ഒരു കിണറുണ്ട്. ഇതാക്കണ ഈ കാണുന്നതാണ് കിണർ. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങള്. വെള്ളത്തിന്റെ സൗകര്യത്തിന് ഈ ഒരു മൊത്തത്തിൽ കണ്ടില്ല ഇതിപ്പോ ഒരു കിണറാണ്. ഇത് കണ്ടില്ല വെള്ളം കണ്ടില്ല 365 ദിവസം അതേപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. വറ്റൊന്നുമില്ല, വേനൽക്കൊന്നും പറ്റൂല. പിന്നെ നമുക്ക് പറമ്പിന്റെ മേലെ ഭാഗത്ത് ഒരു തുരങ്കുണ്ട്. അതുപോലെ ഇത് മോട്ടർ ഉണ്ടല്ലോ നിങ്ങള് 3 HP മോട്ടറും കാര്യങ്ങളൊക്കെയാണ്. അത് എത്ര വെള്ളം അടിച്ചു കഴിഞ്ഞാലും വെള്ളത്തിനൊന്നും ഒരു എന്താ പറയാ കുറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ വേറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പറമ്പിന്റെ സൈഡിൽ കൂടെ അല്ലാണ്ട് തോട് ഒഴുകുണ്ട് ഇങ്ങോട്ട് വരെ. നമ്മളെ പറമ്പിന്റെ ഒരതിര് തോടാണ് കേട്ടോ. ഇനി ഇതാണ് ഇവിടെ തന്നെയാണ് തോട്. നമുക്ക് അതിലിറങ്ങിയാണ്ട് കാട്ടി കൊടുക്കാം അല്ലേ? അത് 3 ഫേസ് കണക്ഷൻ ആണ് അവിടെ. 3 ഫേസ് കണക്ഷൻ ആണ്. ഇലക്ട്രിക് പോസ്റ്റ് ആണ് ഇവിടെ പോസ്റ്റ് ഈ കാണുന്നത്. ഇങ്ങോട്ട് വന്ന് നോക്കിയാണ് നിങ്ങൾ. തോടാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് നോക്കിയാണ് ഏതാ മുതല് എത്രങ്ങാനും വെള്ളാണെന്ന് അറിയോ. ഇത് വെള്ളം വറ്റൊന്നുമില്ല കേട്ടോ. വേനൽക്കൊന്നും പറ്റൂല. പിന്നെ നമ്മളെ പറമ്പിന്റെ സൈഡ് കൂടെ അടുത്തൊക്കെ വീടുകളുണ്ട്. ഇത് വേറെ ആളെ പ്ലോട്ടാണ്. അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത അയൽവാസികളായിട്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾതാമസമൊക്കെ ഒരുപാടുള്ള ഏരിയ ആണ്. പിന്നെ വെള്ളം കണ്ടില്ല ഞങ്ങള് ഫുൾ ടൈം ഇതേപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോട്ടിലാണെങ്കിലും. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ തലക്കല് നമ്മളെ പറമ്പിന്റെ അതിനോട് ചാരിയിട്ട് ഒരു ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് പല ഇതിട്ട് കഴിഞ്ഞാൽ ഫുൾ ടൈം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേനൽക്കാലത്തൊന്നും അധികം വെള്ളം കാര്യങ്ങളൊന്നും പറ്റൊന്നുമില്ല. ഇതാണ് നമ്മളെ പ്ലോട്ടിന്റെ ഏറ്റവും ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നതാണ് നമ്മളെ പ്ലോട്ട്. ഇതാണ് നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കണ്ട നമുക്ക്? അതെ, പോയി നോക്കാം. നമുക്ക് പോയി നോക്കാം. അവളെ നമ്മളിപ്പം പിന്നെ മറ്റേ ആദ്യത്തെ 18 ഏക്കർ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു 6 ഏക്കറും കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലോട്ട് വരുന്നതാണ് ടാറിംഗ് റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മളെ ഒരു പ്ലോട്ട് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റോഡാണ്, ബന്ദർക്കേന്ന് വരുന്ന റോഡ്. അപ്പം നമുക്ക് ഈ വഴിക്കാണ് പോകേണ്ടത് കേട്ടോ. നമ്മളെ പ്ലോട്ടിലോട്ട് പോണ വഴിയാണ്. അപ്പം ഈ 6 ഏക്കറിലോട്ട് പോയിട്ട് അതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക്. ഇതാണ് ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടാണ്. ഇത് നമ്മളെ പ്ലോട്ടിലോട്ടുള്ള റോഡാണ്. പോയി കാണാല്ലേ നമുക്ക്? പോയോക്കാം. വണ്ടികളൊക്കെ പോണ റോഡ് തന്നെയാണ് കേട്ടോ. ഏത് വണ്ടിയും ചെല്ലുന്ന റോഡാണ്. അപ്പൊ ഞങ്ങൾ ഇതാണ് പ്ലോട്ടിന്റെ ഏകദേശം ഒരു സെന്റർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏകദേശം ഒരു 1000-600ഓളം റബ്ബർ മരങ്ങളാണുള്ളത്. ഫുള്ള് റബ്ബറാണ് കേട്ടോ. ഒക്കെ നല്ല നല്ല റബ്ബറൊക്കെ കണ്ടില്ല. ഒക്കെ ഒരേപോലെ നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല റബ്ബറുകളാണ്. ഒക്കെ 105 കേട്ടോ. 105 പെട്ടിട്ടുള്ള റബ്ബറാണ്. ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല നല്ല മരമാണ് കേട്ടോ. പിന്നെ വഴി എല്ലായിടത്തോട്ടും ഉണ്ട്. പറമ്പിന്റെ എൻഡ് വരെ മേലെ വരെ ഫുള്ള് വണ്ടി എത്താൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് തേക്ക്, മഹാഗണി അതുപോലുള്ള മരങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് അല്ലേ? ഇതൊക്കെ ചെറിയ തേക്കുകളാട്ടോ. ഇതിലേറെ വലിയ വലിയ തേക്കുകളൊക്കെ ഉണ്ട്. 2 പ്ലോട്ടിലുണ്ട് ഇഷ്ടം പോലെ തേക്കും മഹാഗണിയൊക്കെ. പിന്നെ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് കുറച്ച് വെട്ടുകല്ലൊക്കെ വെട്ടാൻ പാകത്തുള്ള ഒരു 3 ഏക്കർ പ്ലോട്ട്. അതായത് പണക്കി പറ്റിയ സ്ഥലം കുറച്ച് ബാലൻസ് വേറെ കാലിസ്ഥലമായിട്ട് കിടക്കുന്നുണ്ട് പണയാക്കാനുള്ളത്. അത് വെട്ടുകല്ല് കോറിയൊക്കെ തുടങ്ങാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന സ്ഥലവും കൂടിയാണ് കേട്ടോ. അപ്പോഴേ നമ്മളെ പ്ലോട്ടിന്റെ ബാക്കി ബാലൻസ് ഇനി കല്ല് മുറിക്കാൻ, അതായത് ഇങ്ങനെ വെട്ടുകല്ലിന്റെ കോറിക്കുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇതിങ്ങനെ മൊത്തം 3 ഏക്കർ പ്ലോട്ടാണ്. ഇങ്ങനെ കല്ല് മുറിക്കാനെല്ലാം പാകത്തിന് ഇങ്ങനെ കിടക്കാണ്, വിശാലമായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇത് നോക്കി ഫുള്ള് ഇത് നോക്കി നല്ല രസമുണ്ട് അല്ലേ? കല്ലൊക്കെ മുറിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. കല്ലൊക്കെ മുറിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ, ഇതേപോലെ പണയൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയല്ലേ. ഇതൊരു 6 ഏക്കർ സ്ഥലമാണ്. ഇതിനകത്തോട്ട് വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യത്തിന് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് പണയിലോട്ട് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ആണ്. അവിടം വരെ വഴിയുണ്ട്. ഇങ്ങനത്തെ കോറി നടത്താൻ സ്ഥലം അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മൊത്തം ആദ്യത്തെ നമ്മളെ ഒരു പ്ലോട്ട് വരുന്നത് 18 ഏക്കർ, പിന്നെ ഈ ഒരു പ്ലോട്ട് വരുന്നത് 6 ഏക്കർ സ്ഥലമാണ് കേട്ടോ. അപ്പൊ പാർട്ടിന് ഓണർ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും 15 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാൻ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിൽ വിളിക്കട്ടോ, 98 95 18 18 86 എന്നുള്ള നമ്പറിൽ വിളിക്കുക. പിന്നെ അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.